CPIM കായംകുളം ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കായംകുളം മുനിസിപ്പൽ ജംഗ്ഷനിൽ പ്രതിഷേധം നടത്തിയത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM കായംകുളം ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുനിസിപ്പൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. ഗാനകുമാർ, N. ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് എല്ലാ നിലയിലും അവഗണിച്ചിരിക്കുകയാണ്. നമുക്ക് അവകാശപ്പെട്ട യാതൊരു ആനുകൂല്യങ്ങളും തരാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇതിനെല്ലാം എതിരായിട്ട് നടക്കുന്ന ഈ നാടിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIMന്റെ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധത്തിലാണ് ഇന്നലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 2023-24-25 പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മൂന്നാം മോഡി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബഡ്ജറ്റിലൂടെ 140 കോടിയിൽ പരം വരുന്ന ജനത നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒട്ടേറെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. NS സ്മാരക മന്ദിരത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ G. ശ്രീനിവാസൻ, മോഹൻദാസ്, P. സുരേഷ് കുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ K. ശിവപ്രസാദ്, R. മധു, J. K. നിസാം, പ്രസന്ന, P. ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.